സുധാകരൻ ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതറിയില്ല. ഇപ്പോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ വിശദമായി പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു നിലപാട് തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത്. ഇസ്ലാമിനെതിരെ പറഞ്ഞത് പൊളിറ്റിക്കൽ എന്നൊക്കെയാണ് സുധാകരൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നതിൽ രാഷ്ട്രീയമായ കമന്റുകൾ ഞാൻ പറയുന്നില്ല. ഇപ്പൊ ആളുകളൊക്കെ പറയുന്നത് പാർട്ടി ഭൂമിയിലെ ഇങ്ങനെ ഒരു നിലപാട് സുധാകരൻ സ്വീകരിക്കുമ്പോഴേ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക ആളുകൾക്കിടയിൽ? എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുമോ സുധാകരൻ മത്സര രംഗത്ത്? പുന്നപ്ര സമരഭൂമിയാണ്, രക്തസാക്ഷികളുടെ നാടാണ്. അപ്പൊ അതുകൊണ്ട് പാർട്ടിയാണ് ഇവിടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം പാർട്ടിയാണ്. പാർട്ടി തീരുമാനങ്ങളും കാര്യങ്ങളുമാണ് പാർട്ടി മെമ്പർമാരും അണികളും എല്ലാം തന്നെ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രശ്നം ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ അതിനൊരു പരിഹാരം ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അത് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. വിശദമായി ബേബി സാഹു പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം വളരെ വിശദമായി തന്നെ പറഞ്ഞതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡാണ് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ പാർട്ടി അംഗങ്ങൾ അനുഭാവികൾ അത്തരത്തിലുള്ള ആളുകൾ സുധാകരനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങ് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. ഈ മണ്ണിന്റെ ഒരു രാഷ്ട്രീയ ഭൂമിയെ പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാം. അപ്പൊ അങ്ങനെ വിപൽ സ്ഥാനാർത്ഥി എത്ര മുതിർന്ന കമ്മ്യൂണിസ്റ്റ് വന്നില്ല. ഇപ്പൊ നമുക്ക് ഗൗരിയമ്മയുടെ ചരിത്രവും ഒക്കെ ഈ മണ്ണിലുള്ളതാണ്. അല്ല, ഇവിടെ പാർട്ടി ഫസ്റ്റ് എന്നുള്ളതാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുന്നപ്ര വയലാർ സമരഭൂമി എന്ന് പറയുമ്പോൾ പുന്നപ്ര സമരഭൂമി ഇവിടെ എപ്പോഴും പാർട്ടിക്ക് എന്താണ് പറയുന്നത്, പാർട്ടി തീരുമാനങ്ങൾ അതനുസരിച്ചാണ് ഈ നാട്ടിലെ പാർട്ടി കുടുംബങ്ങൾ, പ്രസ്ഥാനം അതെല്ലാം ആ രീതിയിലേ മുന്നോട്ട് പോവുകയുള്ളൂ. ഞാൻ അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നത്. കാണാൻ പോകുന്നുണ്ടോ? ആരെ? ഇല്ല, ഇന്ന് ഇപ്പൊ കാണുന്ന ഉടനെ അങ്ങ് തിരുവനന്തപുരം പോകാൻ നിൽക്കുകയാണ്.